ഫ്ലൈറ്റ് ഫസ്റ്റ് ടൈം പറന്നു. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ നേരെ സ്കൂളിൻ്റെ മേളിൽ പോയി ബാക്കി ക്രാഷായി ഗൈസ്. I see the light inside you, brighter than the sky. ഓക്കെ, അപ്പോൾ അതേ നമുക്ക് വർക്ക് തുടങ്ങാം. അപ്പം ആദ്യമേ നമ്മൾ തെർമോക്കോൾ എടുക്കാം. സോ ഹൈഡൻസ് ഫോം ആണെങ്കിൽ നല്ലത്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഞാൻ ഒരു ഡയമെൻഷൻസ് ഒക്കെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ സ്വന്തമായിട്ടുണ്ടാക്കിയ ഡയമെൻഷനാണ്. അപ്പോൾ എത്ര പെർഫെക്റ്റ്ലി വർക്ക് നമുക്ക് അവസാനം നോക്കാം. ഓക്കെ, അപ്പോൾ അത് അതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് വിങ്ങിന് വേണ്ടിയിട്ടുള്ള പാർട്ട് നമുക്ക് അതിന് കട്ട് ചെയ്തെടുക്കാം. സോ ഇതിൻ്റെ ഡയമെൻഷൻസിൻ്റെ ഒക്കെ വേണ്ടത് ഞാൻ PDF ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. സോ ഇത് നമുക്കിപ്പം വിങ്ങിൽ എയറോഫോയിൽ ഡിസൈൻ വേണം. സോ എയറോഫോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസൈനാണ് അതിൻ്റെ മാക്സിമം ലിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും ചെറിയൊരു ഡ്രാഗ് കുറവും ലിഫ്റ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എയറോഫോയിൽ ഷേപ്പ്. സോ അത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഒരു പ്ലെയിൻ ഉണ്ടാക്കുന്നതിൽ. അപ്പം നമുക്കത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇത് എയറോഫോയിൽ ഷേപ്പ് ഏതാണ്ട് വന്നിട്ടുണ്ട്. ബട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഫോം അതായത് തെർമോക്കോൾ യൂസ് ചെയ്യുന്നത് അത്രയും പെർഫെക്റ്റ് ആവില്ല. സോ അതിന് ഹൈഡൻസ് ഫോം യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇതേപോലത്തെ ചെറിയൊരു റീപ്പിൻ്റെ പീസ് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെർമോക്കോൾ വളരെ ലൈറ്റ് ആയതുകൊണ്ട് അതിന് റീഎൻഫോഴ്സ്മെൻറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ അത് ഒടിയാൻ അല്ലെങ്കിൽ ബ്രേക്ക് ആകാൻ ചാൻസ് ഉള്ളത് മിക്കവാറും ഒടിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെൻറ്ററിൽ അതായത് നമ്മുടെ ആ സ്റ്റിക്കിൻ്റെ വണ്ണം ഉള്ളിൽ കോമ്പൻസേറ്റ് ചെയ്യുന്ന പോലെ നമുക്കൊരു സ്പേസ് എടുത്തിട്ട് അവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്കൊരു ഗ്രൂവ് ആക്കിയെടുക്കണം. അതായത് നമ്മുടെ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിന് എളുപ്പത്തും വഴിയാണ് നമ്മളിപ്പോൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള പരിപാടിയാണ്. അപ്പം നമുക്ക് സോൾഡറിങ് അയൺ യൂസ് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റീപ്പിൻ്റെ പീസ് അതിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ഒട്ടിച്ച് വെക്കാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പുറത്തേക്ക് തള്ളി വരാൻ പാടില്ല. അപ്പോൾ ആ വിങ്ങിൻ്റെ അതേ ലൈനിൽ തന്നെ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ഒട്ടിയിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഫെവിക്കോൾ എന്ത് വെച്ച് ഒട്ടിക്കാം. അപ്പോൾ ഞാനിവിടെ ഫെവിക്കോൾ വെച്ചാണ് ഒട്ടിക്കുന്നത്. അത് ഇപ്പോൾ ഗ്ലൂ ഗണ്ണൊക്കെ നമ്മൾ ഒരു ഇമ്പാക്റ്റ് ഒക്കെ കിട്ടുമ്പോഴത്തേന് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫെവിക്കോളാണ് ഉപയോഗിക്കാം. ഓക്കെ, ഇത് നമ്മൾ അപ്പോൾ അത് ബിന്നിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉണങ്ങണം. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ടേപ്പ് ഇടാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെവിക്കോൾ വെച്ചത് ഉണങ്ങത്തില്ല. ഓക്കെ, അതുവരെ നമുക്കിത് ഇവിടെ അപ്പടി മെസ്സ് ആയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കണം. അപ്പോൾ ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചുകൊണ്ട് സമയം എടുക്കും അപ്പോൾ ഉണങ്ങാൻ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അത് അതിൻ്റെ വേറെ കൺട്രോൾ സർഫേസസ് ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ലാപ്പിൽ ഞാനിപ്പം നിങ്ങൾക്ക് തരാൻ പറഞ്ഞ PDF ഓണാക്കി വെച്ചിട്ടുണ്ട്. സോ അതിനകത്ത് നോക്കിയിട്ട് നമ്മുടെ തെർമോക്കോൾ ഷീറ്റിൽ മാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് 1 മീറ്റർ സ്കെയിലോ അല്ലെങ്കിൽ മെഷറിംഗ് ടേപ്പൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പം ആ ഡിസൈൻ നേരിട്ട് നമ്മുടെ തെർമോക്കോൾ ഷീറ്റിൽ വരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് അതങ്ങ് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഫ്യൂഷലേജിൻ്റെ ഡിസൈൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 പീസായിട്ട് വേണം കട്ട് ചെയ്യാൻ. കാരണം ഒരെണ്ണത്തിന് ബലം ഉണ്ടാവില്ല, സ്ട്രെങ്ത് ഉണ്ടാവില്ല. സോ നമുക്ക് 2 എണ്ണം വേണം. അപ്പോൾ നമുക്ക് അതെല്ലാം കട്ട് ചെയ്തെടുക്കാം.
ഇതേപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 സാധനം നമ്മൾ ഒരുമിച്ച് ഒട്ടിച്ച് വെക്കണം. സോ അത് ഞാൻ ഫെവിക്കോൾ വെച്ച് തന്നെ ഒട്ടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്ലൂ ഗൺ വെച്ചാണ് ഒട്ടിക്കാം, പ്രശ്നമൊന്നുമില്ല. ബട്ട് കുറച്ച് നല്ല അടിപൊളിയായിട്ട് സ്ട്രെങ്ത്തിൽ ഒട്ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്യാം. കണ്ടോ, ഇതേപോലെ ഒട്ടിച്ചെടുത്തു. അപ്പോൾ ഇവിടെ ഇച്ചിരി അൺഈവനായിട്ടുള്ളത്, അതായത് കുറച്ച് സൈസിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിപ്പം ചെയ്തൊക്കെ ആയിട്ടുണ്ട്. നമുക്കത് പിന്നെ ശരിയാക്കി എടുക്കാം. എന്നിട്ട് നമ്മുടെ അതർ കൺട്രോൾ സർഫേസസ്, അതായത് വെർട്ടിക്കൽ സ്റ്റെബിലൈസറും ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറും അതൊക്കെ വേണം. അപ്പോൾ അതൊക്കെ മാർക്ക് ചെയ്യുക, കട്ട് ചെയ്യുക. അപ്പോൾ ഇത് അൺഈവനായിട്ടുള്ള സർഫേസൊക്കെ നമുക്കൊന്ന് സാൻഡ് പേപ്പർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ലെവലാക്കി എടുക്കാം. അതിൻ്റെ നമ്മുടെ വിങ് എടുത്തു. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് ഒട്ടിയിട്ടൊക്കെ ഉണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ പാക്കിംഗ് ടേപ്പ്, ട്രാൻസ്പെറൻറ്റ് പാക്കിംഗ് ടേപ്പാണ്. അപ്പം ഇത് ഫെവിക്കോൾ ഒട്ടിനേക്കാൾ മുമ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെവിക്കോൾ പിന്നെ ഒട്ടത്തില്ല. നമുക്ക് അത് ഫുൾ കവറായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്തേക്ക് കാറ്റ് കയറാത്തതുകൊണ്ട് അത് ഉണങ്ങില്ല. നല്ല ഉണങ്ങിയിട്ട് വേണം ടേപ്പ് ഇട്ട് കൊടുക്കാൻ. നമ്മൾ ടേപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ടാണ് ടേപ്പ് ഒട്ടിക്കുന്നത്. അങ്ങനെ നമ്മളിത് എല്ലാ കൺട്രോൾ സർഫേസും, അതായത് ഇപ്പം വെർട്ടിക്കൽ സ്റ്റെബിലൈസറും പിന്നെ അതിൻ്റെ റഡാറ് അതെല്ലാം നമ്മളിത് ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു 45 ഡിഗ്രി ആംഗിൾ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കൺട്രോൾ സർഫേസിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ട്. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഫ്യൂഷ്യലേജ് ഫുള്ള് ടേപ്പ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറും എലിവേറ്ററൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിങ്ങിനകത്ത് കൺട്രോൾ സർഫേസ് വരുമല്ലോ, അതായത് എലിറോൺസ്. അപ്പോൾ അത് കട്ട് ചെയ്യണം. സോ അന്നേരം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം എങ്ങനെയാണ് ആ 45 ഡിഗ്രി കട്ട് ചെയ്തിട്ട് നമുക്ക് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നത്. ആദ്യമേ ഞാൻ ആ ഡ്രോയിങ്ങിൽ കൊടുത്ത പോലെ കട്ട് ചെയ്തെടുക്കാം നമ്മുടെ എലിറോൺസിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്യാനകത്ത് ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്യാനകത്ത് മറ്റേ അറ്റതും ഫുള്ളായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. അതായത് ആ ടേപ്പിൻ്റെ സ്ട്രെങ്ത്തിൽ അത് നിൽക്കണം. അതായത് നിങ്ങൾക്കിത് കട്ട് ചെയ്ത് കാണിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഫുള്ളായി കട്ടായി പോകാൻ പാടില്ല. കണ്ടോ മേളിലത്തെ ടേപ്പിൻ്റെ ബലത്തിൽ ഇങ്ങനെ നിൽക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ കുറച്ച് കട്ടായി പോയെന്നുണ്ടെങ്കിൽ മേളിലൊരു ടേപ്പ് ഒട്ടിച്ച് കൊടുത്താൽ മതി. അതേപോലെ 2 സൈഡിലും കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ എലിറോൺസ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വേണം. അതിന് വേണ്ടി നമ്മളിത് ഇതേപോലെ ഒരു 45 ഡിഗ്രി ആംഗിളിലൊരു കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻറ്റയർ നമ്മുടെ എലിറോൺസിൽ സ്ഥലം വരുമല്ലോ, അത് മൊത്തം അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. 2 സൈഡിലും കട്ട് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ടേപ്പ് ചെയ്ത് കൊടുക്കുക ഒരു ബലത്തിന്, അതായത് വിട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് അപ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതേപോലെ ടേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സംഭവം സെറ്റാവും. അങ്ങനെ 2 സൈഡും കൂടി ചെയ്യുക നമ്മുടെ എലിറോൺസ്. അപ്പോൾ എല്ലാ കൺട്രോൾ സർഫേസിൻ്റെ പണി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കൺട്രോൾ സർഫേസിൻ്റെ എക്സാക്ട് സെൻറ്ററായിട്ട് ഇങ്ങനെ ഒരു മാർക്ക് ചെയ്തിട്ട് നമ്മുടെ സെർവോ കണക്ട് ചെയ്യണം. അതാണ് നമ്മുടെ എലിറോൺസിൻ്റെ മൂവ്മെൻറ്റും അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാക്ട് സെൻറ്റർ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ സെർവോ വെച്ചിട്ട് അത് മാർക്ക് ചെയ്തു. അത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ബ്ലേഡ് വെച്ചിട്ട് പിന്നെ നമ്മുടെ സോൾഡറിങ് അതിനൊക്കെ യൂസ് ചെയ്ത് ഇച്ചിരി ഗ്രൂ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിൽ കറക്റ്റായിട്ടിങ്ങനെ പ്ലേസ്മെൻ്റ് ആകുന്ന പോലെ. അത് കഴിഞ്ഞിട്ട് ഫ്യൂഷ്യലേജിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് 2 സെർവോ വെക്കണം, നമ്മുടെ എലിവേറ്ററും റഡാറിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് സൈഡിൽ നിന്ന് 13 സെൻറ്റിമീറ്റർ, 130 mm ഡിസ്റ്റൻസിൽ ഒരു സെർവോ സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ സൈസൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് CGയിൽ ബാറ്ററി പ്ലേസ്മെൻറ്റിന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇനിയൊരു സെർവോ, അതൊരു 16 സെൻറ്റിമീറ്റർ 160 mm ഫ്രണ്ടിലേക്ക്, ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഒരു പ്ലേസ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഗ്രൂ ആക്കി വെച്ചിട്ട് നമുക്കത് ഇറക്കി വെക്കുന്ന പോലെ സെറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിത് എല്ലാം കൺട്രോൾ സർഫേസും എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് കണ്ടോ, റഡാർ, എലിവേറ്റർ, ഫ്യൂഷ്യലേജ്, വിങ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അസംബിൾ ചെയ്യാം. ഓക്കെ, സോ അസംബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ വെച്ച് തുടങ്ങാം. സോ ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ അതിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആയിരിക്കണം, അതായത് ലെവലായിട്ടുണ്ടാവണം. അതിനെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം നമുക്കത് ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. കണ്ടോ, അപ്പോൾ അതിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതായത് അതിൻ്റെ ലെവൽ അത് 0 ഡിഗ്രി ആയിരിക്കണം. അതായത് വിങ് വെച്ച് നോക്കുമ്പം അത് 0 ഡിഗ്രി ആയിരിക്കണം. വിങ്ങിന് വേണമെങ്കിൽ ചെറിയൊരു പോസിറ്റീവ് ആംഗിൾ കൊടുക്കാം, അതായത് അപ് ടു 5 ഡിഗ്രി. അപ്പം അതിനാണ് ഡെക്കലാഷ് ആംഗിൾ എന്ന് പറയാം.
അതെല്ലാം നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് നമ്മുടെ വെർട്ടിക്കൽ സ്റ്റെബിലൈസറും അതായത് റഡാർ വരുന്നത് അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ വെറുതെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു സ്ട്രെങ്ത് ഉണ്ടാവില്ല, കാരണം നമ്മൾ ആ അറ്റത്ത് മാത്രമാണല്ലോ ഒട്ടിക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും ഇല്ലെങ്കിൽ ബാമ്പു സ്റ്റിക്കോ ചെറുത് ഇല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്ത പോലെ ഈർക്കിളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 സ്റ്റിക്ക് യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ഭയങ്കര വോബിളിങ് അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അത് പ്രിവെൻറ്റ് ചെയ്യാം, പിന്നെ കുറച്ച് സ്റ്റേബിളും കൂടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ ഇതേപോലെ ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റഡാറൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമ്മുടെ സെർവോസൊക്കെ കണക്ട് ചെയ്യണം. സോ സെർവോസ് കണക്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എല്ലാം ഒന്ന് റിസീവറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് 4 സെർവോസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 സെർവോസും റിസീവറിലേക്ക് കണക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ESC കണക്ട് ചെയ്തിട്ട് ഓണാക്കി കഴിഞ്ഞാൽ അത് ഓണാക്കി കഴിയാൻ നേരത്ത് സെർവോൻ്റെ ന്യൂട്രൽ പൊസിഷനിലേക്ക് അത് വരും. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ പോസിറ്റീവ് നെഗറ്റീവ് ത്രോ അത്രയും പെർഫെക്റ്റ് ആയിരിക്കില്ല, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരും. അതുകൊണ്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ സെർവോൻ്റെ ഹോൺസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 സെർവോസ് നമ്മൾ ഹോൺസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ വന്ന വേറെ ഹോൺസാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൺട്രോൾ സർഫേസിൻ്റെ ഹോൺസ് ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മളല്ലാണ്ട് മേടിച്ചിട്ടില്ല. അപ്പോൾ ഇത് തന്നെ യൂസ് ചെയ്യാമെന്ന് വെച്ചു. അതിൻ്റെ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് നമുക്കത് ഒട്ടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന മോട്ടർ എന്ന് പറഞ്ഞാൽ 1000 kVയുടെ BLDC മോട്ടറാണ്. ഓക്കെ, അത് ഞാൻ ഇതേപോലെ ഒരു 5mm ഇതിലേക്ക് MDF ബോർഡിലേക്ക് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ലാൻഡിങ് ഗിയറിന് വേണ്ടി ഒരു അലുമിനിയം വയറാണ് യൂസ് ചെയ്തത്. ബട്ട് അത് അത്ര എഫക്റ്റ് ആയില്ല, അത് അത്ര യൂസ് ആയില്ല. അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽഡ് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മോട്ടറിന് വേണ്ടിയത് 10 ഇഞ്ചിൻ്റെ പ്രൊപ്പലേഴ്സാണ്. ഓക്കെ, നമ്മുടെ RC പ്ലേ റെഡി ആയിട്ടുണ്ട്. ഇതപ്പോൾ ഇതിൻ്റെ എലിറോൺസ്, എലിറോൺസിൽ 2 സെർവോസ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടോ, ഇതേപോലത്തെ കമ്പി വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് വിങ്ങിലേക്ക്. അതായത് നമ്മൾ സൈക്കിളിൻ്റെയൊക്കെ ആ സ്പോക്കിൻ്റെ വില്ല് അങ്ങനത്തെയൊക്കെ കമ്പി യൂസ് ചെയ്യാൻ സ്ട്രെങ്ത് ഉള്ളത് ബാക്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോണിക്സ് ഒക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ പ്ലെയിൻ പറക്കുക, അതിൻ്റെ കൺട്രോൾ സർഫേസ് എങ്ങനെയാണ്, അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇലക്ട്രോണിക്സ് എങ്ങനെ ചെയ്യാമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഫ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലൈറ്റ് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗ്രൗണ്ടിൽ വന്നു. അപ്പോൾ ആദ്യമേ പ്രീ ചെക്ക് എല്ലാം ചെയ്യണം. അതായത് CG മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, ഒരിക്കലും ടെയിൽ ഹെവി ആകാൻ പാടില്ല പ്ലെയിൻ. ഓക്കെ, അപ്പോൾ CG ചെക്ക് ചെയ്യാം. പിന്നെ അതിൻ്റെ കൺട്രോൾ സർഫേസിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം കറക്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അത് ഭയങ്കര ക്രൂഷ്യലാണ്. അതേതുണ്ടോ എലിറോൺസ് എല്ലാം വർക്കാകുന്നുണ്ടോ, എലിവേറ്റർ വർക്കാകുന്നുണ്ടോ, റഡാർ, പിന്നെ ട്രിം കറക്റ്റായിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റ് പറക്കാൻ പോകുന്ന ഫസ്റ്റ് അറ്റംപ്റ്റ് ആണിത്. ഫ്ലൈറ്റ് ഫസ്റ്റ് ടൈം പറന്നു. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ സ്കൂളിൻ്റെ മേളിൽ പോയി ബാക്കി ക്രാഷായി ഗൈസ്. അങ്ങനെ സ്കൂളിൻ്റെ മേലിൽ ക്രാഷ് ആയിട്ട് അതൊക്കെ ഞാൻ അച്ഛനൊക്കെ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഒരു പ്രോപ്പർ എൻഡിങ് ഇല്ല ഗൈസ്. അത് ഞാൻ വലിയൊരു സോറി പറയും. ഞാൻ നല്ലപോലെ ഫ്ലൈ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ അറിഞ്ഞ് ഇത്ര ലേറ്റ് ആക്കിയ വീഡിയോ. പക്ഷേ സാഹചര്യം അങ്ങനെ ഒത്തു വന്നില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രോപ്പർ ലിഫ്റ്റ് കിട്ടുന്നുണ്ടായില്ല. അത് നമ്മൾ റീവർക്ക് ചെയ്തപ്പോൾ വെയിറ്റ് ഒക്കെ കൂടി. അതിന് ആക്ച്വലി 10 ഇഞ്ചിൻ്റെ പ്രൊപ്പലറാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 10 ഇഞ്ചിൻ്റെ പ്രൊപ്പലറാണ് ചോദിച്ചത്. ബട്ട് അവർ തന്നെ 8 ഇഞ്ചാണ്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴാണ് കണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പ്രോപ്പർ ലിഫ്റ്റൊക്കെ കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഒരു പ്രോപ്പർ ഫ്ലൈയിങ് പറ്റുന്നില്ലായിരുന്നു. പിന്നെ ആയപ്പോഴത്തേന് ഞാൻ ജോലി ആവശ്യമായിട്ട് പിന്നെ ബാംഗ്ലൂർ വന്നു. അപ്പോൾ ഇവിടെ ഇപ്പം പ്രോപ്പറായിട്ടും സെറ്റായിട്ടില്ല. അപ്പോൾ ഒന്ന് പ്രോപ്പറായിട്ടും സെറ്റായിട്ട് വേണം പ്ലെയിൻസൊക്കെ ആയിട്ട് കുറച്ചും കൂടി നല്ലപോലെ പ്രാക്ടീസും നല്ല ബിൽഡ് ചെയ്യാനും അങ്ങനത്തെയൊക്കെ ട്രൈ ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അത് എൻ്റെ ഒരു ഫ്ലൈയിങ് പ്രാക്ടീസ് എനിക്കും അത്രയും ഫ്ലൈയിങ് അറിയാത്തതും കൊണ്ടാണ് ഒരു പ്രോപ്പർ ഫ്ലൈയിങ് വീഡിയോസ് ഇതിനകത്ത് ഇടാൻ പറ്റാത്തത്. അപ്പോൾ അതിന് വലിയൊരു സോറി പറയുന്നു. അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇറ്റ്സ് മീ അഭിലാഷേ സൈനിങ് ഔട്ട്. ബൈ ബൈ.